प्रभु यीशु मसीह का अति पवित्र नाम का महिमा हो। കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. प्रभु ने हमें एक अच्छा संगति दिया है। കർത്താവ് നമുക്കൊരു നല്ല കൂട്ടായ്മ തന്നിരിക്കുന്നു. हम संसार की अवस्था देखा जाए तो संसार उसका अंत में पहुंच चुका है। ലോകത്തിന്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. और अभी हमें इस्राएल का युद्ध के बारे में भी हमें न्यूज में सुनने आ रहा है, जिससे हमें मालूम पड़ता है कि हम आखिरी समयों में हैं करके। ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഏറ്റവും വേഗത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. बस छोटा सा एक विषय मैं बांटना चाहता हूँ जो मुझे आनंद दिया वचन पढ़ते समय में। എന്നെ സന്തോഷിപ്പിച്ച ഒരു ചെറിയ വേദ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക് 18:27. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. ലൂക്കോസ് 18:27. ലൂക്ക് 18:27 മലയാളത്തിൽ ആദ്യം വായിച്ചു. യെസ്. അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. हमारा प्रभु ने एक बोला हुआ बात है ये कि जो मनुष्य से नहीं हो सकता वो परमेश्वर से मुमकिन है. കർത്താവ് പറഞ്ഞ വാക്യമാണ്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. हमारा यहाँ पर एक बहुत बड़ा विषय हो रहा है जिसके वजह से यीशु को ये बात बोलना पड़ रहा है. ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് കർത്താവ് ഈ വാക്യം പറയുന്നത്. ये वाक्य को हम लोग को लाइटली नहीं लेना है. ഇത് സാധാരണ വാക്യമായി എടുക്കേണ്ട കാര്യമല്ല ഈ വാക്യം. उसका ऊपर का वाक्य में जब प्रभु यहाँ पर धनवान को परमेश्वर का राज्य में प्रवेश करने का विषय में प्रभु यहाँ पर बात करते समय में ഇതിന് മേളത്തെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനെ പറ്റി കർത്താവ് സംസാരിക്കുമ്പോൾ उस समय में प्रभु ने कहा कि धनवानों को खास रूप में जिसके पास धन का मोह है उन लोगों को परमेश्वर के राज्य में प्रवेश करने के लिए बहुत कठिन होगा करके 24 वर्ष में हम पढ़ते हैं. ധനവാനായ ഒരു മനുഷ്യന് അവന്റെ സമ്പത്തിന്റെ ആധിക്യത്താൽ സമ്പത്തിന്റെ മോഹം കൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കുവാൻ പ്രയാസമാണെന്ന് കർത്താവ് പറയുന്നത് ഈ വാക്യത്തിൽ. तो ये बात सुनकर चेले लोग ने वर्स 26 में कहता है कि ऐसा है तो फिर किसका उद्धार हो सकता है, ऐसा है चेलों का सवाल. 26-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. क्योंकि उन लोगों को जब ആണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. क्योंकि प्रभु बोल रहा है कि धनवानों को राज्य में प्रवेश करने के लिए बहुत कठिन होगा करके. हाउ हार्डली इट इज वेरी हार्ड फॉर रिच पीपल. धनवानों को जो धन का मोही के लोग हैं उनको राज्य में प्रवेश करने के लिए कठिन है ये. ധനവാനായ മനുഷ്യന് അവന്റെ ധനത്തിന്റെ മോഹം കൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കുന്നത് കഠിനമാണ് എന്നാണ് അതിന്റെ മേളത്തെ 24-25 വാക്യങ്ങൾ പറയുന്നത്. तो जब राज्य में प्रवेश करने का विषय कठिन है करके जब प्रभु ने बोला, हार्ड है, डिफिकल्ट है करके जब प्रभु बोलते समय में चेले लोग शॉक होकर कहता है, अगर ऐसा है तो फिर कौन बच सकता है, कौन फिर प्रवेश कर सकता है. രാജ്യത്തിൽ കടക്കുന്നത് ധനവാനുള്ള മനുഷ്യന് കഠിനമാണ്, പ്രയാസമാണെന്ന് കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാര് ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, എന്നാൽ എങ്ങനെ ഇത് സാധിക്കും, രക്ഷിക്കപ്പെടുവാൻ എങ്ങനെ ആർക്ക് കഴിയും എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. उस उद्धार के विषय में या फिर उस राज्य में प्रवेश करने के विषय में प्रभु कहता है कि ये मनुष्य के लिए ये असंभव है, मनुष्य के लिए ये कठिन है, लेकिन परमेश्वर के लिए ये मुमकिन है. എന്നാൽ വീണ്ടെടുപ്പിന്റെ കാര്യത്തിൽ, എന്നാൽ രാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ മനുഷ്യന് കഠിനമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണെന്ന് കർത്താവ് വാക്യം 27 പറയുന്നു. तो इसमें इसलिए प्रभु जब ये कहते समय में जो संभव और असंभव का विषय में ये राज्य में प्रवेश करने के विषय में है, प्रभु जो कहता है. കർത്താവ് ഇത് പറയുന്നത് രാജ്യത്തിൽ കടക്കുന്നത് അസാധ്യവും സാധ്യമാണ് എന്ന കാര്യത്തിലാണ്. परमेश्वर के लिए एक व्यक्ति को राज्य में प्रवेश कराने के लिए आसान बात है,
संभव है, पॉसिबल है, लेकिन मनुष्य खुद के मेहनत से कभी भी राज्य में प्रवेश नहीं कर सकता। ദൈവത്തിന് ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ രാജ്യത്തിലേക്ക് കടത്തുവാൻ സാധ്യമാവണം. എന്നാൽ മനുഷ്യന് ഈ കാര്യം അസാധ്യമായ കാര്യമാണ്. ये वो व्यक्ति बोल रहा है जिसने जो परमेश्वर का राज्य में जीकर आया है, जिसने परमेश्वर का राज्य को बनाया है. ഈ കാര്യം പറയുന്ന വ്യക്തി ദൈവത്തിന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ കാര്യം പറയുന്നത്. तो मनुष्य का पूरा अवस्था को जानने वाला व्यक्ति है ये, जो हमारा प्रभु जो कहता है. മനുഷ്യന്റെ എല്ലാ അവസ്ഥയും അവന്റെ രഹസ്യ സ്വഭാവം വരെ അറിയുന്ന കർത്താവാണ് ഈ കാര്യം പറയുന്നത്. മനുഷ്യരാൽ അസാധ്യമായത്. हमें उदाहरण के लिए प्रभु और एक बात, ये वाक्य में हम लोग वापस आएंगे, बस एक उदाहरण को मैं बताने के लिए हम लोग मैथ्यू चैप्टर 6 वर्स 24 में हम पढ़ेंगे. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. जस्ट एक उदाहरण के लिए मैं लेना चाहता हूँ. हमारा मेन विषय लूका में है. ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മുടെ മെയിൻ വിഷയം ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ बस उधर विषय प्रभु बस और स्टार्टिंग का भाग में उतना लिखा है कि कोई भी मनुष्य दो स्वामियों का सेवा नहीं कर सकता. വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് രണ്ട് യജമാനന്മാരെ ഒരു വ്യക്തിക്ക് സേവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ये कौन बोल रहा है? वो परमेश्वर बोल रहा है जिसने मनुष्य को बनाया है. ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് വ്യക്തി, മനുഷ്യനെ നിർമ്മിച്ച വ്യക്തിയാണ് പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന്. तो क्रिएटर क्रिएशन के बारे में बोल रहा है कि वो दो स्वामियों को सेवा नहीं कर सकता, क्योंकि मनुष्य में ऐसा गुण नहीं है, ऐसा कैपेबिलिटी नहीं है, ऐसी क्षमता नहीं है कि दो स्वामियों को एक साथ सेवा कर सके. സൃഷ്ടാവ് സൃഷ്ടിയോട് പറയുകയാണ് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു മനുഷ്യന് കഴിയാൻ സാധ്യമല്ലെന്ന്. उदाहरण में मैंने अगर एक ब्लू कलर का पेन बनाएगा तो वो ब्लू कलर का पेन कभी रेड कलर में लिख नहीं सकता. ഉദാഹരണത്തിന് ഞാനൊരു ബ്ലൂ കളറിന്റെ പെന്ന് ഉണ്ടാക്കി അത് യൂസ് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളറിന്റെ പെന്ന് റെഡ് പെന്നായി മാറുന്നില്ല. रेड कलर में लिख नहीं सकता वो. रेड कलर एഴുതുവാൻ കഴിയുകയില്ല, ബ്ലൂ കളറിൽ എഴുതുവാൻ കഴിയുകയുള്ളൂ. क्योंकि मैं वो पेन को बनाया है तो मुझे वो पेन का कमियां मालूम है और उसका गुण मालूम है. ये पेन कितना भी कोशिश करेगा रेड कलर में लिख ही नहीं सकता. കാരണം ഞാൻ ആ പെൻ ബ്ലൂ കളറിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ പെന്ന് റെഡ് കളറിൽ എഴുതുവാൻ കഴിയുകയില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും അത് ബ്ലൂ കളറിലേ എഴുതാൻ കഴിയുകയുള്ളൂ, रेड कलर एഴുതുവാൻ സാധ്യമല്ല. उसी तरह हमारा महान सृष्टिकर्ता प्रभु यीशु मसीह मनुष्य के बारे में कहता है कि कोई भी मनुष्य दो स्वामियों का सेवा नहीं कर सकता. ये वो बोल रहा है जिसने मनुष्य को बनाया है, जिसको मनुष्य का गुण जानता है. അതുകൊണ്ടാണ് നമ്മളെ നിർമ്മിച്ച നമ്മുടെ സൃഷ്ടാവായ കർത്താവ് തന്നെ പറയുന്നത് മനുഷ്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ വ്യക്തിത്വം, അവന്റെ കുറവ് ഈ സൃഷ്ടാവിന് നന്നായി അറിയാം. उसी तरह यही प्रभु लूका का पुस्तक में हम वापस 18 अध्याय में जब आते समय में वो कह रहा है कि परमेश्वर मनुष्य को, जो धन के मोह के लोगों को परमेश्वर के राज्य में प्रवेश करने के लिए मुश्किल है. ഇതേ സൃഷ്ടികർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18:24 മനുഷ്യന് ഈ സമ്പത്തുള്ളവൻ, എന്നാൽ ധനത്തിന്റെ മോഹമുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ, ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണെന്ന് പറയുന്നു. लेकिन ये बात जब मनुष्य ने सुना तो उसके लिए ये प्रभु ने जब कठिन बोला, मनुष्य ने उसको कैसा समझा? इम्पॉसिबल समझा. കർത്താവായ യേശു ക്രിസ്തു ഇത് കഠിനമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്താ വിചാരിച്ചത്? ഇത് ഒരിക്കലും സാധ്യമല്ല, അസാധ്യമാണെന്ന് വിചാരിച്ചത്. ये है परमेश्वर और मनुष्य का समझने का फर्क. ഇതാണ് ദൈവവും മനുഷ്യനും അവരെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള വ്യത്യാസം. ഇതാണ് परमेश्वर का क्षमता और मनुष्य का क्षमता में जमीन आसमान का फर्क है. ദൈവത്തിന്റെ ആ കാര്യങ്ങളിലെ ആ മനസ്സിരിപ്പും, അല്ലെങ്കിൽ ദൈവം എങ്ങനെ വിചാരിക്കുന്നു, മനുഷ്യൻ എങ്ങനെ വിചാരിക്കുന്നു, അത് തമ്മിൽ വലിയ അന്തരമുണ്ട്. एक और उदाहरण परमेश्वर का सामर्थ्य को समझने के लिए हम लोग 1 कोरिंथियंस में एक वाक्य हम पढ़ते हैं.
1 Corinthians chapter 1 verse 25. ദൈവത്തിന്റെ ആ സാമർത്ഥ്യത്തെ പറ്റി നമ്മൾ 1 കൊരിന്ത്യർ 1:25 1:25 हिंदी में पढ़ेंगे 25. क्योंकि परमेश्वर की मूर्खता मनुष्यों के ज्ञान से ज्ञानवान है और परमेश्वर की निर्बलता मनुष्यों के बल से बहुत बलवान है. आमेन. ദൈവത്തിന്റെ ബോധത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. यदि जब परमेश्वर बोलता है कि मुझे कुछ समझ में नहीं आ रहा, तो वो मनुष्य उसको कभी समझ नहीं सकता. ദൈവം പറയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത് ഒരിക്കലും അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. परमेश्वर कहता है कि ये बहुत बल की बात है और मैं इसको उठा नहीं सकता, मैं बहुत कमजोर हूं. अगर परमेश्वर ऐसा एक चीज को देखकर बोल रहा है तो मनुष्य कभी भी उससे बलवान नहीं हो सकता. ദൈവം പറയാണ് ഈ കാര്യം എനിക്ക് എടുക്കുവാൻ പ്രയാസമുള്ളതാണ്, ഭാരമുള്ളതാണ് എന്ന് ദൈവം പറഞ്ഞാൽ മനുഷ്യർക്ക് അത് ഒരിക്കലും അത് എടുക്കുവാൻ കഴിയുകയില്ല. മനുഷ്യർക്ക് അത് ഭാരം തന്നെയാണ്. ऐसा महान प्रभु को जानने के लिए सेवा करने का मौका हम जैसे निकम्मे लोगों को मिला है. ഇത്ര വലിയവനായ ദൈവത്തെ സേവിപ്പാൻ അവനെ പിൻപറ്റുവാൻ ഈ കുടുക്കലായ നമുക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് വലിയൊരു കാര്യമാണ്. आमीन. तो इसलिए जब वापस हम लोग लूका में आते समय में परमेश्वर कह रहा है कि जो बात मनुष्य को परमेश्वर के राज्य में प्रवेश करने के लिए असंभव है, इम्पॉसिबल है, वो परमेश्वर से मुमकिन है. എന്നാൽ ഈ വലിയവനായ ദൈവം നമ്മളോട് പറയുകയാണ് മനുഷ്യൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണെന്ന് പറയുന്നു. ऐसा और एक असंभव बात है जो मनुष्य के लिए है. അങ്ങനെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മനുഷ്യരാൽ അസാധ്യമായ കാര്യം. अगर हम लोग Psalms chapter 49 സങ്കീർത്തനങ്ങൾ 49 उसका वर्स 8 और 9 और 10 में हम लोग एक बात पढ़ते हैं. സങ്കീർത്തനം 49 8, 9, 10 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 8 പറയുന്നത് അവനെ വീണ്ടെടുക്കുവാനോ 7 തുടങ്ങാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്ക് കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. हिंदी में पढ़ेंगे. क्योंकि देखने में आता है कि बुद्धिमान भी मरते हैं और मूर्ख और पशु शरीर के मनुष्य भी दोनों नाश होते हैं और अपनी संपत्ति औरों के लिए छोड़ जाते हैं. देखो ये सब लोग, सब मनुष्य, सब प्रकार का मनुष्य का जो अंतिम अवस्था है वो है नाश होएगा. इटर्नल जजमेंट होकर वो लोग इटर्नली, वो लोग अनंत काल के लिए नाश हो जाएगा. എല്ലാ മനുഷ്യന്റെയും അവസ്ഥ ഇതാണ്. അവൻ മരിക്കും, അവന് നിത്യമായ ന്യായവിധിയിലേക്ക് അവൻ വിധിക്കപ്പെട്ടതാണ്. यदि कोई मनुष्य अपना धन के भरोसे से परमेश्वर को पैसा देकर अपना प्राण को मुक्त करने का कोशिश करेगा तो वो नहीं हो सकता. ഒരു മനുഷ്യനും തങ്ങളുടെ സമ്പാദ്യം ദൈവത്തിന് കൊടുത്ത് അവന്റെ ആ പ്രാണൻ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. हम लोग वाक्य साथ में अभी हमने पढ़ा, क्योंकि कोई भी मनुष्य, एक भाई अपना दूसरा भाई का प्राण की छुड़ौती के लिए प्रायश्चित दाम परमेश्वर को दे नहीं सकता. വാക്യം 7 നമ്മൾ പറഞ്ഞതാണ്, ഒരു സഹോദരനെ വേറൊരു സഹോദരനെ രക്ഷിപ്പാൻ അവന് കഴിയുകയില്ല എന്നുള്ളത്. അവനെ ശവക്കുഴിയിൽ നിന്ന് അവനെ ജീവിപ്പിക്കാൻ വേറൊരു സഹോദരന് കഴിയുകയില്ല എന്നുള്ളത്. ये किसके बारे में कहा है? वो है वर्स 6 में हम पढ़ते हैं कि जो अपने संपत्ति पर जो भरोसा करते हैं उनके बारे में कह रहा है. ഇത് ആരെ പറ്റിയാണ് പറയുന്നത്? വാക്യം ആരെ പറയുന്നു? അവന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. यही बात हमने देखो, हमने लूका में जब हमने पढ़ा उधर भी प्रभु ने देखो धनवान को परमेश्वर के राज्य में प्रवेश करने के लिए असंभव है, उसी तरह एक धनवान व्यक्ति को नरक से बाहर निकलने के लिए भी असंभव है. या फिर मनुष्य के विषय में कह रहा है. മനുഷ്യന്റെ വിഷയത്തിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18 നമ്മൾ പറഞ്ഞത് ധനവാനായ മനുഷ്യന് ദൈവരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമാണ് എന്ന കാര്യവും നമ്മൾ ഇപ്പോൾ ചിന്തിച്ച കാര്യം. സങ്കീർത്തനങ്ങൾ 49 സമ്പത്തുള്ള വ്യക്തിക്ക് നരകത്തിൽ നിന്ന് പുറത്തു വരുവാനും അവന് കഴിയുകയില്ല എന്നുള്ള കാര്യവും.
हाँ, मनुष्य का अवस्था क्या है? मनुष्य जन्म से पापी होने की वजह से पाप का मजदूरी मृत्यु है, और वो मृत्यु की वजह से उसको अनंत काल का नरक में ही जाना पड़ेगा। कोई भी उसको बचा नहीं, कोई भी मनुष्य अपने आप को बचा नहीं सकता। മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിലാണ് ജനിച്ചത്. അവന്റെ നിത്യത അല്ലെങ്കിൽ അവൻ പോകുന്ന സ്ഥലം നിത്യമായ നരകത്തിലാണ്. അത് നിത്യമായി ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അവനെ വിടിപ്പാൻ വേറൊരു സഹോദരന് അവന് കഴിയുകയില്ല എന്നൊരു ഒരു യാഥാർത്ഥ്യമാണ്. तो ये एक असंभव बात है, लेकिन प्रभु यीशु मसीह ने क्या किया? वो जगत पर आकर क्रूस पे मरकर मनुष्य को स्वर्ग में प्रवेश कराने का एक बहुत बड़ा रास्ता प्रभु ने खोल के दिया, उसको संभव करके दिया. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യം നമുക്ക് സാധ്യമാക്കി തന്നത് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ആ സ്വർഗരാജ്യം തുറന്നു തന്നു, നിത്യമായ ജീവൻ അവൻ തന്നു എന്നുള്ളത്. इसकी वजह से प्रभु यीशु मसीह के मृत्यु के वजह से अब वो व्यक्ति कभी सड़ नहीं सकता, कभी नाश नहीं हो सकता, बल्कि जो कोई प्रभु पर विश्वास करेगा अनंत काल का जीवन उसको मिलेगा. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം മൂലം ആ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ അവൻ എന്നേക്കും നിത്യജീവൻ പ്രാപിക്കുകയാണ്. അവൻ ഒരു നാളും നശിച്ചു പോകുന്നില്ല, അവൻ നിത്യമായ നരകത്തിലേക്ക് പോകുന്നില്ല, അവൻ നിത്യമായ ജീവനിലേക്ക് അവൻ കടന്നിരിക്കുകയാണ്. हमारा प्रभु कितना महान है कि इस तरह का उद्धार का रास्ते में उन्होंने हमको लेकर आया है. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, ഇത്ര വലിയൊരു മാർഗം വഴി നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. हमें जैसा एक मनुष्य कभी भी स्वर्ग में नहीं पहुंच सकता अपने बलबूते से, ഒരു മനുഷ്യൻ അവന്റെ സാമർത്ഥ്യത്തിൽ അവന്റെ ധനത്തിൽ അവന്റെ സ്വർഗരാജ്യത്തിൽ അവന് പോകുവാൻ അവന് കഴിയുകയില്ല. उसी तरह हम लोग 1 कोरिन्थियंस चैप्टर 15 वर्स 50 में भी हम पढ़ते हैं, जो मांस और लहू है वो कभी भी परमेश्वर के राज्य में प्रवेश नहीं कर सकता. 1 कोरिन्थियर 15 50 വാക്യം പറയുന്നത് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ये है मनुष्य का अवस्था. ये एक असंभव बात है जो मनुष्य की ओर से, क्योंकि जब तक मनुष्य मांस और लहू में लथपथ रहेगा तब तक उसको परमेश्वर का राज्य को अपना अधिकार, उसका हक बना, वो हक नहीं ले सकता. हो മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവന്റെ ജഡശരീരത്തിൽ അവനായിരിക്കുമ്പോൾ അവന് ദൈവരാജ്യത്തിൽ അവന് അവകാശമാക്കുവാൻ കഴിയുകയില്ല. लेकिन हम लोग जो नरक के लिए नियुक्त है, हमें बचाने के लिए प्रभु यीशु मसीह कलवरी क्रूस पर विश्वास किया. वो जो कोई कलवरी क्रूस पर विश्वास करता है, उस विश्वास के द्वारा हमें उद्धार हो गया. നമ്മൾ നിത്യമായ നരകത്തിന് യോഗ്യരായ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശുമരണത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കുകയാണ്. जो उस उद्धार से उस उद्धार होने की वजह से हम लोग नरक से बच गए. अभी वापस हम लोग कभी नरक में नहीं जाएंगे. ആ ക്രൂശുമരണത്തിൽ നമ്മൾ വിശ്വസിന്റെ ഏക കാരണത്താൽ നമ്മൾ ആ നിത്യമായ നരകത്തിന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. अभी हम प्रभु हमको स्वर्ग राज्य में एक अच्छा अधिकारी और एक ऊंचा पद में प्रवेश कर वो अधिकार और स्थान देने के लिए हमारा प्राण का उद्धार का ये समय दिया है. അങ്ങനെ നമ്മളെ നിത്യമായ നാശത്തിൽ നമ്മളെ വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ഉത്തമമായ ഒരു സ്ഥാനം തരുവാനായിട്ട് നമ്മളിപ്പോൾ ദേഹി രക്ഷയുടെ അനുഭവത്തിൽ സഭാജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ ഭൂമിയിലായിരിക്കുകയാണ്. तो ये कितना महान बात है. प्रभु ने हमको ये मौका दिया है इस प्राण का उद्धार में हम लोगों को परमेश्वर का राज्य का अधिकार पाने के लिए. ഇതെത്ര വലിയൊരു കാര്യമാണ്. നമ്മളെ ദേഹി രക്ഷയെ നമ്മൾ പ്രാപിച്ച് ആ രാജ്യത്തിൽ നമ്മൾ പ്രവേശിപ്പാൻ, ഉന്നതമായ പദവി ലഭിക്കുവാൻ നമ്മളിപ്പോൾ സഭാജീവിതത്തിലാക്കി വെച്ചിരിക്കുന്നത്. मैं हमेशा एक सोचने वाला एक विषय था, मैं एक बहुत अच्छा भक्त के जीवन जिएगा तो भी मुझे परमेश्वर का राज्य में पहुंचने के लिए मैं फिर भी मेरे अंदर मांस और लहू ही है. ഞാൻ എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും, ഞാൻ എത്ര നല്ലവനെന്ന് ഞാൻ തന്നെ വിചാരിച്ചാലും എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ ഈ ജഡശരീരം കൊണ്ട് സാധിക്കുകയില്ല. हाँ, मेरा भक्ति कभी भी मेरा मांस और लहू को हटाकर एक महिमादायक शरीर मुझे दे नहीं सकता. എൻ്റെ ഭക്തി ജീവിതം, എൻ്റെ സ്വയജീവിതം അല്ലെങ്കിൽ ഞാൻ നല്ലവനായി ജീവിച്ചു എന്ന കാരണത്താൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. കാരണം മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. तो मैं सोचने लगा, मैं भी वो चेले का जैसा सोचने लगा, ये तो कितना असंभव बात रहेगा ना
परमेश्वर का राज्य में प्रवेश करने के लिए, क्योंकि मांस और लहू अभी कभी भी राज्य में प्रवेश नहीं कर सकता। मतलब मैं आई विल नेवर एंटर द किंगडम ऑफ गॉड, ऐसा अवस्था हो गया, मैं कभी भी राज्य में प्रवेश नहीं कर पाएगा। ഞാനും ആ ശിഷ്യന്മാരെ പോലെ ഞാൻ ചിന്തിപ്പാൻ തുടങ്ങി. ഞാനൊരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശരീരം കൊണ്ട് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന ഒരു കാര്യം ഞാൻ ചിന്തിപ്പാൻ തുടങ്ങി. मैं अभी पुराने उदाहरण के लिए पुराना नियम में जो भी व्यवस्थाएं दिया है वो व्यवस्था को अगर 100% कोई पालन करेगा तो भी उसमें गारंटी नहीं, उसमें उन लोगों को राज्य में उन लोगों को प्रवेश नहीं दिया था उनको पुराने नियम में. പഴയ നിയമത്തിലെ ന്യായപ്രമാണം 100% ഒരുവൻ അനുഷ്ഠിച്ചാലും ആ ന്യായപ്രമാണം അനുഷ്ഠിപ്പാൻ കഴിഞ്ഞാലും അവനെ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആ ഒരു കാരണം ആകുന്നില്ല. क्यों? क्योंकि वो कितना भी व्यवस्था पालन करेगा, उसका ये जो मरणहार शरीर है, उसका ये नाश शरीर है, महिमादायक शरीर होने के लिए कुछ भी क्रिया हुआ ही नहीं. കാരണം ആ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാലും അവന്റെ ശരീരം മരണത്തിന് വിധിക്കപ്പെട്ട ശരീരമാണ്, മാംസരക്തമുള്ള ശരീരമാണ്. ഈ മാംസരക്തമുള്ള ശരീരം അവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് വചനം പറയുന്നത്. अभी हम उदाहरण के लिए वर्स 53 में अगर हम पढ़ेंगे 1 Corinthians 15:53 में, ഉദാഹരണമായിട്ട് 1 കൊരിന്ത്യർ 15:53 ഇങ്ങനെ പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. 53 पढ़ेंगे हिंदी में. क्योंकि अवश्य है कि यह नाशवान देह अविनाश को पहन ले और यह मरणहार देह अमरता को पहन ले. देखो हमारा शरीर हमारा देह कैसा है? नाशवान देह है और मरणहार देह है. നമ്മുടെ ശരീരം എങ്ങനെയുള്ള ശരീരമാണ്? ദ്രവത്വമുള്ളതാണ്, മർത്യമായതാണ്. हाँ, उसके लिए अभी हमको क्या करना पड़ेगा? अविनाशी देह को पहनना पड़ेगा और अमरता देह को पहनना पड़ेगा. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അദ്രവത്വത്തെയും അമർത്യത്തെയും ധരിക്കണം ശരീരത്തിൽ. यस बट मनुष्य से ये असंभव बात है. मनुष्य ये कैसा कर सकता है? മനുഷ്യനാൽ ഇത് അസാധ്യമായ കാര്യമാണ്. മനുഷ്യർക്ക് ഇത് എങ്ങനെ സാധിക്കും? वो पुराने नियम में हम देखो अब्राहम, इसहाक, याकूब, वो लोग सब वहां पर यातना में है, वो लोग सुख लोक में है. उन लोग भी पूरा व्यवस्था पालन करने के बाद भी उनको ये नाशवान शरीर से हटकर अविनाशी शरीर पहन के राज्य में प्रवेश करने के लिए नहीं हो पाया, जिन्होंने व्यवस्था पालन किया था पुराने नियम. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർക്ക് അവർ ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ജീവിച്ചവരായിരുന്നു. എന്നാൽ അവർക്ക് അവരുടെ ശരീരം ദൈവത്വമുള്ള ശരീരമായിരുന്നു. അവർക്ക് ആ ദൈവത്വമുള്ള ശരീരം വിട്ട് അമർത്യമായ ശരീരം ധരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. क्योंकि मनुष्य इस दुनिया में ऐसा कोई भी मनुष्य नहीं है जिसके पास ऐसा सामर्थ्य नहीं है कि वो खुद से ऐसा अविनाशी शरीर को बना सके या अमरता वाला शरीर को बना सके. ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. കാരണം അവന്റെ ദ്രവത്വമുള്ള ശരീരം വിട്ട് അദ്രവത്വത്തെയും മർത്യമായ ശരീരം വിട്ട് അമർത്യത്തെയും ധരിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാനും പറ്റത്തില്ല. അങ്ങനെ യെസ്. तो ऐसा मनुष्य कोई बना भी नहीं सकता ऐसा देह. അങ്ങനെ ഉണ്ടാക്കുവാനും കഴിയില്ല ഇങ്ങനെ ഒരു ശരീരം. हम लोग जानते हैं ना, मनुष्य ने अपना बुद्धि से काबिलता से पानी के अंदर जीने के लिए एक पानी का सूट बनाया. നമുക്കറിയാം മനുഷ്യൻ വെള്ളത്തിന് അടിയിൽ അവൻ ജീവിക്കുവാൻ, അവൻ പോകുവാനായിട്ട് അതിനൊരു സൂട്ട്, അതിനൊരു വസ്ത്രം ഉണ്ടാക്കി. अंतरिक्ष में जाने के लिए स्पेस सूट बनाया. स्पेस പോകാൻ വേണ്ടി स्पेस सूट ഉണ്ടാക്കി. लेकिन स्वर्ग में जाने के लिए इस तरह का महिमादायक वस्त्र सूट कोई मनुष्य बना नहीं सकता, क्योंकि उसका इक्विपमेंट उपकरण नहीं है हमारे पास. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് മനുഷ്യന് അതിന്റെ വസ്ത്രം അവന് സ്വയമേ അവൻ തയ്യാൻ കഴിയുകയില്ല. കാരണം മനുഷ്യൻ അത്രയ്ക്ക് നിസ്സാരനാണ്. प्रियो है, मनुष्य कितना कमजोर है और कितना निकम्मा है. वो अपना बुद्धि से क्या क्या कर ले, लेकिन फिर भी वो स्वर्ग राज्य में खुद के मेहनत से कभी प्रवेश नहीं कर सकता. മനുഷ്യൻ അത്ര നിസ്സാരനാണ്. കാരണം അവന്റെ സ്വയ പ്രയത്നത്താൽ, അവന്റെ സ്വയ ബുദ്ധി കൊണ്ട്, സ്വയ വിശുദ്ധി കൊണ്ട് അവന് സ്വയമേ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ അവന് കഴിയുകയില്ല. हम जानते हैं कि प्रभु यीशु मसीह ने हमारे लिए ये बात को मुमकिन करके दिया है. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഈ ഒരു കാര്യം സാധ്യമാക്കി തന്നു. हम वर्स 52 में जब पढ़ते हैं 1 Corinthians 15:52 में, നമ്മൾ 1 കൊരിന്ത്യർ
15:52 ഇങ്ങനെ വായിക്കുന്നു. उसका बी पार्ट में हम देखते हैं, क्योंकि जब तुरैये फूकी जाएगी और मुर्दे अविनाशी देह में उठाया जाएंगे. അതിന് ബി പാർട്ട് ഇങ്ങനെ പറയുന്നു, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. हाँ, हम लोग सब अविनाशी देह में उठा लिए जाएंगे. നമ്മൾ അമർത്യമായ ആ വാക്യം മൊത്തം വായിച്ചോ പറ, വാക്യം മൊത്തം വായിച്ചോ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചൊരു അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്വൈതത്തെയും ഇല്ല, അങ്ങനെ മരിച്ചവർ അവിനാശമുള്ള ദേഹം ധരിക്കും അങ്ങനെ ഒരു വാക്യമില്ല 52 മരിച്ചവർ, the dead shall be raised incorruptible. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതങ്ങനെ പറയുന്നു. verse 53 അല്ലേ? ओके हिंदी इंग्लिश जब हिंदी और इंग्लिश में हम लोग पढ़ते समय में 52 में ही वहां पर हम देखते हैं कि क्योंकि वो जो मुर्दे है वो लोग अविनाशी दशा में उठा लिया जाएंगे. ये है प्रभु यीशु मसीह ने हमारे लिए किया हुआ कार्य. ഈ ദ്രവത്വമുള്ളത് അദ്വൈതത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സാധ്യമാക്കി തന്നത്. लेकिन ये प्रभु ने कैसा किया? എന്നാൽ കർത്താവ് നമുക്ക് എങ്ങനെ സാധ്യമാക്കി തന്നു? उसके लिए हम लोग एक वाक्य हम पढ़ेंगे, फिलिपियों का पुस्तक हम लोग 3 अध्याय वर्स 21 में वहां पर इसका एक मर्म वहां पर दिया है. അതിന് നമുക്ക് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:21 കർത്താവ് ഒരു മർമ്മം അവിടെ പറയുന്നുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. बस प्रियो, हमें सबसे पहले एक वर्स 21 पढ़ेंगे हिंदी में. वो अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वो सब वस्तुओं को अपने वश में कर सकता है, हमारी दीनहीन देह का रूप बदलकर अपनी महिमा की देह के अनुकूल बना देगा. प्रियो, इस दुनिया में ऐसा कोई भी शक्ति ऐसा नहीं है जो ये मरणहार देह को अविनाशी देह में प्रस्तुत कराकर राज्य में प्रवेश करने के लिए दुनिया में ऐसा कोई शक्ति नहीं है. ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. लेकिन परमेश्वर यहाँ पर एक कार्य कर रहा है. എന്നാൽ ദൈവം ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. उधर हम लोग वर्स 21 में लिखा है, वो अपने शक्ति के उस प्रभाव के द्वारा जिसके अनुसार वो सब वस्तुओं को अपने वश में कर सकता है. എന്നാൽ കർത്താവ് ഇവിടെ കാര്യം പറയുന്നത് തന്റെ വ്യാപാര ശക്തി കൊണ്ട് എല്ലാ താഴ്ചയുള്ള ശരീരത്തെയും അവൻ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അല്ല, ആ വാക്യം മലയാളത്തിൽ പിന്നെ വായിച്ച പറഞ്ഞേ, അവൻ തന്റെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന സകലവും അവനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി, सब कुछ जो अपने वश में, ये है हमारा परमेश्वर का सामर्थ्य. वो कोई भी चीज को अपना वश में कर सकता है. നമ്മുടെ കർത്താവിന്റെ സാമർത്ഥ്യം എന്ന് പറയുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്നുള്ള കാര്യമാണ്. क्योंकि प्रियो, इसके अलावा और कोई रास्ता नहीं है हमें परमेश्वर हमें राज्य में पहुंचाने के लिए. परमेश्वर के पास ये रास्ता प्रभु हमारे लिए ये कर रहा है. വേറൊരു വഴിയുമില്ല കർത്താവിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ. ഈ ഒരു വഴി മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. देखो, ये शक्ति प्रभु किसी के ऊपर भी इस्तेमाल कर सकता है, कि वो कोई भी चीज को अपने वश में कर सकता है. वो किसी के ऊपर भी इस्तेमाल कर सकता है. ഈ കാര്യം ദൈവത്തിന് ആരുടെയും വശത്തെ ഉപയോഗിക്കുവാൻ, അവന്റെ വശത്തേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം. बट ये वो फॉलन एंजल्स के ऊपर और शैतान के ऊपर ये सब नहीं कर रहा. ये हम जैसे मनुष्यों के ऊपर, जो पापी है, हम जैसे मनुष्यों को उद्धार देकर हमारे ऊपर ही ये प्रभु कर रहा है. എന്നാൽ ഇത് വീണുപോയ ദൂതന്മാരുടെയും സാത്താന്റെ മേൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല. മനുഷ്യന്റെ മേൽ മാത്രമേ ദൈവം ഈ ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. അവൻ തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് തന്നെ അടുക്കിലേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം. ആകർഷണമല്ല, എല്ലാം അവന്റെ വശത്തിലാക്കാനുള്ള കഴിവ്. കഴിവ്, യെസ്, जो सब कुछ अपने वश में कर सकने वाला एक सामर्थ्य है हमारा परमेश्वर के पास. എല്ലാ അവന്റെ വശത്തേക്ക് ആകർഷിക്കാനുള്ള കഴിവ്, മനുഷ്യനെ ദൈവത്തിന്റെ വശത്തേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. यस, या तो उसमें अय्यूब इस विषय में गवाही देता है. യോബ് ഈ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. Job 42 verse 2.
42 യോബിന്റെ പുസ്തകം 42 രണ്ടാം വാക്യത്തില് मैं जानता हूँ कि तू सब कुछ कर सकता है और तेरी युक्तियों में से कोई रुक नहीं सकती. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. प्रभु का जो भी उद्देश्य है वो कभी असाध्य हो ही नहीं सकता. यानी प्रभु ने अगर एक बात ठान लिया वो पूरा कर सकता है. उतना बड़ा सामर्थ्य और शक्तिशाली प्रभु है हमारा. ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം ഒരു കാര്യം വിചാരിച്ചാൽ ആ ദൈവം സാധ്യമാക്കിയിരിക്കും. കാരണം ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ല. यही बात जब യോഹന്ന बपतिस्मा देने वाले ने समझा, ഈ കാര്യം യോഹന്നാൻ സ്നാപകൻ മനസ്സിലാക്കിയപ്പോൾ उन्होंने एक बात कहा है मैथ्यू चैप्टर 3 में മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് verse 9, मैथ्यू चैप्टर 3 verse 9, 3:9 मैथ्यू चैप्टर 3 verse 9, ഞങ്ങൾക്ക് പിതാവായി ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. verse 9 पढ़ेंगे हिंदी में. और अपने अपने मन में यह ना सोचो कि हमारा पिता इब्राहिम है, क्योंकि मैं तुमसे कहता हूँ कि परमेश्वर इन पत्थरों से इब्राहिम के लिए संतान उत्पन्न कर सकता है. प्रियो, मनुष्य का इतिहास में ऐसा कौन सा मनुष्य है जिसने पत्थर से अपने लिए एक संतान तैयार किया है? മനുഷ്യന്റെ ചരിത്രത്തില് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടോ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്നുള്ളത്. लेकिन प्रियो, हमें प्रभु ने कैसा बनाया? എന്നാൽ പ്രിയരെ, ദൈവം നമ്മളെ എങ്ങനെയാണ് നിർമ്മിച്ചത്? प्रभु ने हमें मिट्टी से बनाया है. നമ്മളെ മണ്ണിൽ നിന്ന് ദൈവം നമ്മളെ നിർമ്മിച്ചത്. और हम देखते हैं कि प्रभु कहता है कि जो आदम है वो परमेश्वर का संतान है करके लूका का पुस्तक में हम पढ़ते हैं. എന്നാൽ ദൈവം പറയുന്നു ആദാം ദൈവത്തിന്റെ മകനാണെന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു. हाँ, ये जो मनुष्य जो सिर्फ मिट्टी से बनाया हुआ है, ये हमारा परमेश्वर का सामर्थ्य देखो. हमारा परमेश्वर मिट्टी से और चट्टान से, पत्थर से अपने लिए वंश तैयार कर सकते. इतना बड़ा शक्तिशाली परमेश्वर है हमारा. നമ്മുടെ ദൈവത്തിന്റെ സാമർത്ഥ്യം എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് മനുഷ്യനെ മണ്ണിൽ നിന്ന് നിർമ്മിക്കുവാനും കഴിയും. അവന് ദൈവത്തിന് കല്ലിൽ നിന്ന് മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. यही बात जब प्रभु जब सारा को मिलने आया था, ദൈവം സാറയെ സന്ദർശിക്കാൻ വന്നപ്പോൾ जेनेसिस चैप्टर 18 ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ उसका 14 का ए पार्ट में ऐसा लिखा है. 18ന്റെ 14 വാക്യത്തിന്റെ എ പാർട്ടിൽ ഇങ്ങനെ പറയുന്നു, क्या यहोवा के लिए कोई काम कठिन है क्या? Is anything too hard for the Lord? അത് 14 വാക്യം വായിച്ചേ പറഞ്ഞേ മലയാളത്തില്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? क्या ऐसा कोई बात है जो यहोवा से नहीं हो सकता? यहोवा से सब बात मुमकिन है. यहोवा के लिए कोई भी काम कठिन नहीं है. യഹോവയ്ക്ക് അസാധ്യമായ ഒരു കാര്യമില്ല. യഹോവയാൽ എല്ലാ കാര്യവും സാധ്യമാണ്. ये वो हम उस महान यहोवा का हम सेवा कर रहे हैं. हम अपना महान प्रभु यीशु मसीह इतना महान है कि उनके लिए कोई भी कठिन नहीं है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവനാൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ ഈ വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Jeremiah chapter 32 യെരമ്യാവ് 32-ാം അധ്യായത്തിൽ verse 17 17-ാം വാക്യത്തിൽ प्रभु यहोवा, तूने बड़े सामर्थ और बढ़ाई हुई भुजा से आकाश और पृथ्वी को बनाया है. तेरे लिए कोई काम कठिन नहीं है. Amen. യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. हमारा ये इस महान प्रभु के उपस्थिति में है. हमें इतना बड़ा भाग्य, अवस्था और पदवी हमारे लिए मिला है. ഈ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് ഇത്ര വലിയ പദവികൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. तो जरा सोचो, अभी ये मनुष्य के लिए सब बात कठिन है. परमेश्वर के साथ में अगर तुलना करने जाएगा तो मनुष्य के लिए सब बात कठिन है. ദൈവമായിട്ട് നമുക്ക് തുലനം ചെയ്യുവാൻ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യം അസാധ്യമായത് തന്നെയാണ്. हम अगर मैंने मेरा जीवन में, जैसे अभी हम लोग ने लूक में हमने क्या पढ़ा, लूका में, कि जो एक धनवान मनुष्य को परमेश्वर का राज्य में प्रवेश करना कठिन है करके. നമ്മൾ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ എന്താ 24 या മനുഷ്യ
മനുഷ്യന് സ്വർഗരാജ്യത്തിൽ കടക്കുന്ന ദൈവരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമായ സംഭവമാണ്. लूक 18:24 में हमने पढ़ा धनवान व्यक्ति धनवानों को या धन के मोह के लोगों को परमेश्वर के राज्य में प्रवेश करना कितना कठिन है करके. ഒരു ധനത്തിന്റെ മോഹമുള്ള ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമായ കാര്യമാണ്. लेकिन जरा सोचो, मैं मेरा पूरा जिंदगी में एक बार भी धन के लिए मैं मोह ना करते हुए ऐसा जिएगा तो भी मैं स्वर्ग राज्य में प्रवेश नहीं कर सकता. എന്റെ ജീവകാലം ഞാൻ മരിക്കുന്ന ആ നിമിഷം വരെ ഞാൻ ഈ ധനത്തിന്റെ മോഹത്തിൽ അല്ല ജീവിക്കുന്നതെങ്കിലും എനിക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. मैंने अगर पूरा व्यवस्था का पालन करेगा तो भी मैं परमेश्वर का राज्य में प्रवेश नहीं कर सकता, क्योंकि मैं तभी भी मांस और लहू का ही व्यक्ति हूँ. ഞാൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ജീവിച്ചാലും എനിക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. കാരണം ഞാൻ ഈ മാംസരക്തമുള്ള ഒരു മനുഷ്യനാണ്. हाँ, और हमने 1 कोरिन्थियंस 15 में हमने क्या पढ़ा? मांस और लहू का व्यक्ति को परमेश्वर के राज्य में प्रवेश करना असंभव है, कठिन है. നമ്മൾ 1 കൊരിന്ത്യർ 15-50 വാക്യത്തിൽ വായിച്ചതുപോലെ മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ വായിച്ചു. लेकिन अय्यूब में और यिर्मयाह में हमने पढ़ा प्रभु आपके लिए कोई भी काम कठिन नहीं है, आपके लिए सब कुछ मुमकिन है. എന്നാൽ യോബിന്റെ പുസ്തകത്തിലും യിരെമ്യാവിലും നമ്മൾ വായിച്ചത് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല, ദൈവത്താൽ എല്ലാ കാര്യവും സാധ്യമാണെന്നുള്ളതാണ്. परमेश्वर का एक छोटा सा शक्ति का नमूना है, हम Hebrews chapter 1:3 में हम देखते हैं. ദൈവത്തിന്റെ ശക്തിയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് എബ്രായരുടെ ലേഖനം 1:3 പറയുന്നത്. उधर लिखा है कि he upholds all things by the word of his power. അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. वो सब वस्तुओं को अपनी सामर्थ्य की वचन से संभालता है. അവൻ എല്ലാ വസ്തുക്കളെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. ये महान प्रभु है, हमारे लिए इतना दीन और नम्र बनकर एकदम लोली मनुष्य बनकर आया ताकि हमें उद्धार दे सके. ഈ ബലവനായ ദൈവമാണ് അവന്റെ മഹത്വം എല്ലാം വെടിഞ്ഞ് ഒരു ദാസനായി ഒരു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവതരിച്ചത്. प्रियो, इसके लिए हमारे लिए कितना भाग्य अवस्था है, क्योंकि प्रभु अभी हमारे क्या करेगा? जो कोई प्रभु यीशु मसीह पे विश्वास करता है उन लोगों के लिए प्रभु वापस आ रहा है. अभी നമ്മൾ എത്ര ഭാഗ്യമുള്ള മനുഷ്യരാണ്, എത്ര ഭാഗ്യമുള്ള അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവന് വേണ്ടി കാത്തിരിക്കുന്ന, അവനെ രക്ഷനായി സ്വീകരിച്ചവരെ അവൻ ചേർപ്പാനായിട്ട് അവൻ രണ്ടാമത് വീണ്ടും വേഗം വരുന്നു. जो कोई भी प्रभु यीशु मसीह पे विश्वास करता है उसका नागरिकता स्वर्ग का हो गया है, जिसकी वजह से हम लोग अभी प्रभु यीशु मसीह के लिए इंतजार कर रहे हैं. फिलिपियंस चैप्टर 3:20 में हम पढ़ते हैं. ഫിലിപ്പിയ ലേഖനം 3:20 വാക്യത്തിൽ പറയുന്ന പോലെ 3:20 പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അതിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു रक्षितावाय वरुम എന്ന് നാം കാത്തിരിക്കുന്നു. हम लोग 20 पढ़ेंगे हिंदी में. पर हमारा स्वदेश स्वर्ग पर है और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बात जो रहे हैं. हम लोग वो लोग हैं जो हमारा उद्धारकर्ता प्रभु यीशु मसीह को स्वर्ग से आएगा और हमें स्वर्ग में लेकर जाएगा. ऐसा प्रभु का हम लोग वाट जो रहे, हम लोग वेटिंग कर रहे हैं ऐसा प्रभु का. നമ്മൾ ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു കൂട്ടരാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മളെ ചേർപ്പാനായി വേഗം മധ്യാകാശത്ത് വരും. നമ്മൾ വേഗം അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. प्रत्याशയും വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. और ये प्रभु हमें कैसा लेकर जाएगा? ऐसी मांस और लहू करके लेके जाएगा क्या? നമ്മളെ കർത്താവ് നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഈ മാംസരക്തങ്ങളോട് കൂടെയാണ് കൊണ്ടുപോകുന്നത്. उधर 21 में हमने पढ़ा वो हमारा दीनहीन देह को रूपांतर करके बदल कर महिमा का देह के अनुकूल बना देगा. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ രൂപാന്തരപ്പെടുത്തി മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കിയിട്ടാണ് നമ്മളെ അവന്റെ സന്നിധിയിലേക്ക് അവൻ ചേർക്കുന്നത്. उसका अनुरूप बनने के लिए ये सारा काम है प्रभु यीशु मसीह हमारे लिए कलवरी क्रूस में ये कार्य किया है. അവന്റെ രൂപത്തോട് അനുരൂപമായി തീരുവാനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി നമുക്ക് പകരക്കാരനായി മരിച്ചത്. हम लोग रोमियो का पुस्तक 8वां अध्याय में हम पढ़ते हैं कि ये पिता परमेश्वर का आग्रह है कि हम लोग सब लोग पुत्र के रूप में अनुरूप हो जाए, हम उनके बच्चे बन जाए. इसके लिए उनके पुत्र के रूप में अनुरूप कर रहे हैं हम लोग को प्रतिदिन. പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പുത്രന്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കുക എന്നുള്ളത്. നമ്മൾ ദിനംതോറും ആയിരിക്കുകയാണ്. इसके लिए प्रभु ने हमको चुना, हमें नियुक्त किया. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. Romans chapter 8:29
റോമർക്കെതിരെ ലേഖനം 8:29 പറയുന്നത്, മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. verse 29 हिंदी में, क्योंकि जिन्हें उसने पहले से जान लिया है उन्हें पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो, ताकि वह बहुत भाइयों में पहलौठा ठहरे. प्रियो, हमें पहले से ही ठहरा कर रखा है ताकि हम लोग पुत्र के रूप के स्वरूप में बन जाए. നമ്മളെ ദൈവം മുന്നമേ അറിഞ്ഞ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് അവന്റെ പുത്രന്റെ രൂപത്തോട് അനുരൂപമായി തീരുവാൻ. ऐसा कभी नहीं सोचना कि मेरा 20 साल का मसीह जीवन, मेरा 30 साल 40 साल का जो मसीह जीवन है, इसमें मैंने बहुत अच्छा पवित्र जीवन जिया, मैंने अच्छा जीवन दिया, मैंने अच्छा कर्म किया, ये काम किया, वो काम किया, इसके वजह से मैं स्वर्ग जा रहा हूँ करके, ऐसा नहीं है प्रियो, बल्कि पिता ने मुझे जाने के लिए नियुक्त किया है. പ്രിയരെ, നമ്മളെ സ്വയത്തിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, ഞാൻ ഇത്ര വർഷമായി ദൈവസന്നിധിയിൽ വന്നിട്ട്, കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഈ കാരണത്താൽ ഞാൻ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് നമ്മൾ സ്വയമായി വിചാരിക്കരുത്. हमारा कर्म की वजह से कभी भी हम लोग राज्य में प्रवेश नहीं कर सकते. നമ്മുടെ കർമ്മഫലമായി, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ആർക്കും ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. पौलोस भी इतना जीवन अपना परफेक्टली जीने के बाद भी वो भी क्या कहता है, फिलिपियों का पुस्तक उसका 3:12 में, പൗലോസിന്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച വ്യക്തിയായിരുന്നു, എന്നിട്ടും പൗലോസിന്റെ കാര്യത്തിൽ 3:12 പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. यह मतलब नहीं कि मैं पा चुका हूँ या सिद्ध हो चुका हूँ, पर उस पदार्थ को पकड़ने के लिए दौड़ा चला जाता हूँ जिसके लिए मसीह यीशु ने मुझे पकड़ा था. verse 13, हे भाइयों, मेरी भावना यह नहीं कि मैं पकड़ चुका हूँ, परंतु केवल यह एक काम करता हूँ कि जो बातें पीछे रह गई हैं उनको भूलकर आगे की बातों की ओर बढ़ता हुआ verse 13, निशाने की ओर बस. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. हाँ, ये भाइयों, मैं सब बातें प्राप्त कर चुका हूँ, पकड़ चुका हूँ करके ऐसा कभी मैं भावना नहीं करता. ये कौन बोल रहा है? शाऊल नहीं बोल रहा है, ये पौलोस बोल रहा है, जिसने प्रभु यीशु मसीह को देखा, प्रभु का सारा वचनों को आत्मा के अनुसार प्राप्त करके जीने वाला, ये पौलोस बोल रहा है. സഹോദരന്മാരെ, ഇത് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം മുഴുവൻ അനുസരിച്ച് അവന്റെ ആ തേജസ്സിന്റെ ആ മുഖം കണ്ട പൗലോസാണ് പറയുന്നത്, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല എന്നുള്ളത്. ये पौलोस जिसने प्रभु का महिमा देखा, वो क्या कर रहा है? वो अपने आप को योग्य नहीं समझता, काबिल नहीं समझ रहा है, बल्कि अपने आप को नम्र कर रहा है, क्योंकि उसको मालूम है उसका मेहनत से नहीं वो राज्य में जा रहा है, बल्कि प्रभु यीशु मसीह जो कलवरी क्रूस पे उसके लिए मेहनत किया, उसके लिए जो कष्ट सहा, उसके लिए जो खून बहाया, उसके बल वो प्रभु के वजह से है वो राज्य में स्वीकारा जा रहा है. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു തേജസ് കണ്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ആ തേജസ് കണ്ട വ്യക്തി, അവൻ സ്വയം പറയുന്നില്ല ഞാൻ ആ തേജസ് കണ്ടുകൊണ്ട് ഞാൻ അവന്റെ രാജ്യത്തിൽ കടക്കുമെന്ന് പറയുന്നില്ല. അവന് വേണ്ടി, അവന്റെ പകരക്കാരനായി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അവന് വേണ്ടി അവൻ രക്തം ചിന്തി അവനെ വീണ്ടെടുത്തു. ആ ഒറ്റ കാരണത്താലാണ് പൗലോസിനും ഈ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ഇടയായി തീർന്നത്. क्योंकि वो हमेशा मसीह को प्राप्त करने का कोशिश करता था, उसके लिए और कुछ भी नहीं चाहिए. ഈ കർത്താവിനെ എങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ഒരു ഒറ്റ കാര്യമേ പൗലോസിനുണ്ടായിരുന്നു. അതിനുള്ള പ്രയത്നത്തിലായിരുന്നു പൗലോസ് ജീവിച്ചത്. verse 12 में वो क्या पढ़ता है कि मैं कैसा भी करके मसीह यीशु को मैं पकड़ूं, मसीह यीशु ने मुझे पकड़ा है करके, यानी कि वो प्रभु यीशु मसीह के अनुभव में वो प्रवेश करे, यही उसका सबसे बड़ा लक्ष्य था. വല്ലവിധേനയും ഈ ക്രിസ്തുവിനെ നേടാമോ, ക്രിസ്തുവിനെ പിടിക്കപ്പെടാമോ എന്ന് വെച്ച് മാത്രമാണ് പൗലോസ് ജീവിച്ചത്. हाँ, उसी तरह है प्रियो, वो पौलोस हमें वही अवस्था में हमें भी बुला रहा है. verse 17 में वो कहता है, ഈ അവസ്ഥയിലേക്കാണ് പ്രിയരെ പൗലോസ് നമ്മളെ ക്ഷണിക്കുന്നത്. അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ എന്ന് പറയുന്നത്. 17 पढ़े. हे भाइयों, तुम सब मिलकर मेरी सी चाल चलो. जैसा पौलोस ने प्रभु यीशु मसीह को खोजते हुए, प्रभु यीशु मसीह को ढूंढते हुए कोई भी कार्य करेगा उसमें मसीह रहना चाहिए, ऐसा अवस्था में पौलोस कार्य करता था. പൗലോസ് എന്ത് കാര്യം ചെയ്താലും അതിൽ
ദൈവ ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം എന്ന് മാത്രമേ പൗലോസിനുണ്ടായിരുന്നുള്ളൂ. यानी कि अगर कुछ भी कार्य करेगा उसमें मसीह दिखना चाहिए. ഞാൻ പൗലോസ് എന്ത് കാര്യം ചെയ്താലും അതിൽ ക്രിസ്തുവിനെ ദർശിക്കണമെന്ന് മാത്രമേ പൗലോസിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. क्रिस्तु വെളിപ്പെടണം. യെസ്. वो अवस्था वही सेम रास्ता है जो हमें इस दुनिया में जीते समय में हम लोग खाए पिए कुछ भी करें प्रभु के लिए महिमा के लिए करना है और मसीह प्रकट होए ऐसा कार्य के उद्देश्य में हमें करना है. നമ്മൾ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമം മഹിമപ്പെടണം, അവിടെ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഉണ്ടാകണം, അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. और ऐसे लोगों के विषय में हमारा प्रभु बहुत जल्दी वापस आएगा. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളതാണ്. क्योंकि हम लोग प्रभु का वाट जोने वाले हैं, हम लोग प्रभु का वेट कर रहे हैं. നമ്മൾ അവന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. हमारा क्योंकि एक विश्वासी को प्रभु ने एक जीवित आशा देकर रखा है कि हमारा प्रभु बहुत जल्दी वापस आएगा. നമുക്ക് ഒരു ജീവനുള്ള പ്രത്യാശയാണ് നാം തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ള പ്രത്യാശ. और वो प्रभु वापस आकर क्या करेगा, वो हमारा दीनहीन देन को रूपांतर करके वो अपना ऐसा शक्ति, प्रभु के पास एक ऐसा शक्ति है जो सब कुछ अपना वश में कर सके, ऐसा एक शक्ति से वो हमें एक महिमादायक देह देगा. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ നിന്ന് എന്തോ ചെയ്യുന്നത്, നമ്മൾ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടെ നമ്മുടെ അനുരൂപമാക്കും. അതിന് ആ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ സന്നിലേക്ക് അവനെ ആകർഷിച്ച് നമ്മളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. क्योंकि हमारे लिए स्वर्ग में कुछ बातें रखा हुआ है. കാരണം സ്വർഗത്തിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. First Peter chapter 1 verse 4 and 5. പത്രോസിന്റെ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ എല്ലാമായ അവകാശമായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. अर्थात एक अविनाशी और निर्मल और अजर मिरास की बस देखो, एक अविनाशी निर्मल और एक अजर मिरास. कटोवर है, एक अविनाशी निर्मल और अजर मिरास, इनकरप्टेबल, अनडिफाइल्ड एंड दैट नॉट फेडeth away. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ ഉത്തമ സമ്പത്ത്. तो उधर एक वस्तु, उधर एक धन, एक मिरास हमारे लिए रखा है जो अविनाशी है, निर्मल है और अजर है. അവിടെ ധനം അവിടെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതാണ്. तो वो वस्तु अगर ऐसा अविनाशी है तो हमें उसको अनुभव करना है, तो हमारा शरीर भी वैसा होना चाहिए. അത് ആ കാര്യം ക്ഷയമില്ലാത്തതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമുക്ക് ദൈവം തരുന്നത്. प्रभु ने हमारे लिए एक धन तैयार करके रखा है जो कभी खराब नहीं हो, जो कभी अविनाश नहीं, जो विनाश नहीं होता. കർത്താവ് നമുക്കൊരു ധനം അവിടെ സ്വർഗത്തിൽ നമുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ധനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ക്ഷയമുള്ള ശരീരം കൊണ്ട് അവിടെ അത് പ്രാപിക്കാൻ കഴിയില്ല. അക്ഷയമായ ശരീരം നമുക്ക് അവിടെ പ്രാപിക്കേണ്ട ആവശ്യമാണ്. इसके लिए प्रभु क्या अरे और प्रभु हमको ऐसे ही लेकर जाएगा. मांस और लहू वाले लोग अगर राज्य में जाएंगे तो ये मिरास को, ये धन को एंजॉय करने को नहीं हो पाएगा. നമ്മുടെ ഈ ശരീരം കൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഈ ധനം പ്രാപിക്കാൻ കഴിയുകയില്ല, അത് ആസ്വദിക്കാനും കഴിയുകയില്ല. കാരണം നമ്മുടെ താഴ്ചയുള്ള ശരീരമാണ്. ആ കാരണത്താൽ इसके लिए प्रभु क्या करेगा, एक उनके पास एक ऐसा शक्ति है जो सब कुछ अपना वश में कर सकता है. ദൈവത്തിന്റെ ആ അസാധ്യമായ കാര്യം, എല്ലാ ശക്തിയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ആകർഷിക്കുകയും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ രൂപാന്തരപ്പെടുത്തി മഹത്വമുള്ള ശരീരത്തോട് അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ശരീരം. ऐसा भाग्य पदवी में प्रभु ने हमको बुलाया है. ഇത്ര ഭാഗ്യ പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. तो ऐसे समय में अगर हम जो विश्वासी लोग संसार की बातों में, धन की बातों में, अपना अभिलाषा की बातों में अगर पीछे जाएगा तो वो लोग स्वर्ग राज्य का धन को कैसा अनुभव कर पाएगा. നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ വലിയ ധനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ക്രിസ്തുവിനെ പിൻപറ്റുന്നതിന് പകരം ഈ ലോകത്തിന്റെ ധനത്തിന്റെയും ഈ ലോകത്തിന്റെ കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോയാൽ
നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഈ ധനം എങ്ങനെ ലഭിക്കും? നമ്മളത് എങ്ങനെ അനുഭവിക്കാം, അല്ലെങ്കിൽ how can we enjoy it? എങ്ങനെ ആസ്വദിക്കും? तो इसके लिए ये बात प्रभु जानता था, इसलिए प्रभु ने बोला लूका में कि धनवान लोगों को राज्य में प्रवेश करने के लिए कितना कठिन है. ഇത് ദൈവത്തിന് മുന്നമേ അറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ധനവാനായ മനുഷ്യന് അവൻ ദൈവരാജ്യത്തിൽ എങ്ങനെ കടപ്പാൻ കഴിയും എന്നുള്ളത്. क्योंकि प्रभु ने अभी हमें क्या करके रखा है, क्रूस पे मरते समय में उन्हें हमें मसीह में हमें छुपा के रखा है. ദൈവം നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ മറച്ചിരിക്കുകയാണ് ഇപ്പോൾ. ക്രിസ്തുവിൽ മറച്ചിരിക്കും. हम लोग मसीह में छुपे हुए लोग हैं. നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. जिसके वजह से जब प्रभु पुनरुत्थान होकर आया, उन्होंने हमें स्वर्गीय स्थानों में बिठाया. हम लोग कोलोसियंस चैप्टर 3 वर्स 1, 2 and 3 में हम पढ़ते हैं. कोलोसियंस चैप्टर 3 1, 2 and 3 1 to 4 1 തൊട്ട് 4 വരെ. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1, 2, 3 and 4 പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ അവന്റെ क्रिस्टुअल मरनिरिक्कुन्नु देवताल मरनिरिक्कुन्नु एन्नाണ് പറയുന്നത് ഈ വാക്യത്തിൽ. तो उधर हम देखते हैं कि हम लोग को क्या किया है, मसीह के साथ हमें जिलाकर स्वर्गीय स्थानों में बिठा कर रखा है. इसलिए हमारा काम क्या है, वर्स 2 में पृथ्वी पर मन नहीं लगाना बल्कि स्वर्गीय वस्तुओं पर हमें ध्यान लगाना है. ഈ വാക്യത്തിൽ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിക്കുവിൻ. वर्स 3 में हम वचन कहता है कि क्योंकि तुम मर चुके हो और तुम्हारा जीवन मसीह के साथ परमेश्वर में छुपाए हुए है. മൂന്നാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്താൽ മറഞ്ഞിരിക്കുന്നു. और वर्स 4 में हम देखते हैं कि जब ये मसीह जो हमारा जीवन है प्रकट होगा, तब हम उसके साथ महिमा में प्रकट होंगे. हम भी उसके साथ जो महिमा का देह में प्रभु आया है, वही देह महिमा में हम भी रहेंगे और उनके साथ हम प्रकट रहेंगे. ബാക്കി 4 പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. कितना महान, कितना हमारे लिए कितना धन्य बात है ना. हमारा प्रभु जितना महिमा में आएगा, वही महिमा का रिफ्लेक्ट करने के लिए प्रभु हमको एक महिमादायक शरीर दे रहा है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമുക്കും ആ തേജസ്സിന്റെ ശരീരം ലഭിച്ച് നാമും അവനോട് ആ തേജസ്സിൽ വെളിപ്പെടും. എത്ര വലിയ ആശ്ചര്യമായ ഒരു കാര്യമാണ് ഇത്. ലോകർക്ക് മനസ്സിലാകുന്നില്ല, ഇത് ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. इसलिए हम इस अंतिम दिनों में प्रभु ने हमको जो समय दिया है, वो पूरा समय प्रभु के ऊपर, प्रभु का आगमन के लिए हम लोग इंतजार कर योग्य रीति से चलने के लिए प्रभु हम सबको सहायता करे. ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ഈ വചനങ്ങൾ നമുക്ക് എത്ര അനുഗ്രഹമായ വചനമാണ്. അവനായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വേഗം വരുന്നു എന്നുള്ളത്. നമ്മളെ ഈ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരമാക്കുവാൻ അവന് സാമർഥ്യമുണ്ട്. അങ്ങനെ ഈ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നമുക്ക് വേഗം ഒരുങ്ങാം. Hebrews chapter 10 verse 25 में एक लास्ट वर्स, Hebrews chapter 10 verse 25 में എബ്രായർക്ക് ലേഖനം 10:25 സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യനും സൂക്ഷിച്ചു കൊള്ളുക, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. तो verse 25 पढ़ेंगे हिंदी में. और एक दूसरे के साथ इकट्ठा होना न छोड़े, जैसे कि कितनों की रीति है, पर एक दूसरे को समझाते रहे, और जो जो उस दिन की निकट आते देखो, क्यों तो और भी अधिक यह किया करो. हम लोग देखो उधर एक विषय ऐसा लिखा है, जो जो उस दिन का निकट आते हुए देख, उस दिन का निकट आते हुए देखते हैं. नाल സമീപിക്കുന്നതോറും. ये कौन सा दिन? वो एक डे बोला, वन डे, एक डे है जो प्रभु ने नियुक्त करके रखा है. वो दिन जितना जितना निकट आते रहेगा, तब तक हमें क्या करना है? एक दूसरे को प्रोत्साहन करना है, एक दूसरे को एनकरेज और एक्सॉर्ट करना है. ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. ആ ദിവസം അടുക്കുന്നതോറും നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സ്നേഹിക്കുകയും സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. Yes, और ये ज्यादा और अधिक करते रहना है. ഇത് അധികമായി ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. यही बात मैंने शुरुआत में बोला. हमने संसार का अवस्था को देखते हैं तो हम क्या देख रहे हैं? हमारा प्रभु जल्दी आ रहा है करके हम देख रहे हैं. ഇതാണ് ആദ്യം വചനം പറയാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ലോകത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന കാര്യം. इधर जब वो उस दिन करके कहा, ये किसके बारे में कहा है? प्रभु यीशु मसीह का आगमन का दिन के बारे में कहा है.
ആ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിന് ഏറ്റവും നമ്മൾ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ये एक सिंगुलर डे है, वन डे, वो डे है हमारा प्रभु का आगमन का दिन. ഇത് ഒരു ദിവസമാണ്, ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ആ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ ആ ദിവസം. उस दिन नजदीक आ रहा है, देखकर हमें क्या करना है, अपने आप को समर्पण करते हुए और एक दूसरे को प्रोत्साहन करते हुए भले कार्यों में बढ़ते हुए अपने आप को समर्पण करके जीने के लिए प्रभु हम सबको सहायता करें. ആ നാള് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്നുള്ള വിചാരത്തിൽ, എന്നുള്ള ബോധത്തിൽ നമുക്ക് അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും തമ്മിൽ ഉത്സാഹിപ്പിക്കുകയും ചെയ്യാം. प्रभु का नाम का महिमा हो. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. Praise the Lord.